Hi friends, how are you? So let's go to a new learning module today. നമുക്ക് ഇന്ന് പുതിയൊരു ലേണിംഗ് മൊഡ്യൂളിനെ പറ്റി പഠിക്കാം. ആ മൊഡ്യൂളിന്റെ പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഓഫ് അസറ്റ് റിട്ടേൺസ് എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂൾ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലെ തേർഡ് മൊഡ്യൂൾ. എന്താണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സസിലെല്ലാം നമ്മൾ പഠിച്ചിരുന്നു, നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ്, ഏതൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടുത്തെ റിട്ടേൺസും നോക്കും, റിസ്ക്കും നോക്കും. സോ ആ റിട്ടേണും റിസ്ക്കും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ആണ് ഈ പർട്ടിക്കുലർ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ റിട്ടേൺ മെഷർമെന്റിനെ പറ്റിയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അഥവാ റിവാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമുക്ക് റിസ്കിനെ പറ്റി പഠിക്കാം. സോ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന റിട്ടേൺ മെഷർമെന്റ്സ് എന്ന് പറയുന്ന മീൻ, മീഡിയൻ, മോഡ്, പെർസെന്റൈൽ, ക്വാണ്ടൈൽ, ക്വാർട്ടൈൽ എന്ന് പറയുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞുനാൾ മുതലേ സ്കൂള് തൊട്ടേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ആർക്കും നമ്മളുടെ കൂട്ടത്തിൽ ആരുമില്ല മീൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ആരുമില്ല, അതേപോലെ മീഡിയൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. സോ ഈ വീഡിയോയിൽ ഞാൻ അതെല്ലാം റിവൈസ് ചെയ്യും ഓഫ് കോഴ്സ്, പക്ഷെ അതല്ലാതെ ആസ് എ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഇത് എങ്ങനെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇതൊരു ഡേ ടു ഡേ ലൈഫിൽ, ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റിന്റെ ലൈഫിൽ യൂസ് ചെയ്യാം എന്നതിനെ പറ്റി ആയിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താ പറയാ, വെറുതെ ഒരു മെത്തേഡ് റിട്ടേൺ മെഷർമെന്റ് കണ്ടുപിടിച്ചിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ BSEയിൽ അറൌണ്ട് 5000+ സ്റ്റോക്സ് ലിസ്റ്റഡ് ആണ് അല്ലേ. അപ്പൊ നമ്മളൊരു മേ ബി ഒരു 10 lakh rupees കൊണ്ടായിരിക്കും പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ 5000 സ്റ്റോക്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു കുറച്ച് സ്റ്റോക്കിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ സ്റ്റോക്സിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്നത് എന്നതാണ് ഈ പറയുന്ന ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ റിട്ടേൺസിന്റെ മെഷർമെന്റ് ആണ്. അടുത്ത സെക്ഷനിൽ അത് റിസ്കും കൂടെ ചേർത്ത് രണ്ടും അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റോക്സിലേക്ക് എത്തിച്ചേരും. സോ ഇവിടെ നമുക്ക് ആ റിസ്ക് അവിടെ നിൽക്കട്ടെ, ഈ റിവാർഡ് അതല്ലെങ്കിൽ റിട്ടേണിന്റെ മെഷർമെന്റ് നമുക്കൊരു ഫിൽറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു 5000 സ്റ്റോക്കിൽ പരം സ്റ്റോക്സ് നമ്മുടെ BSEയിൽ ലിസ്റ്റഡ് ആണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മേ ബി ഒരു 10-20 സ്റ്റോക്സിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ 10-20 സ്റ്റോക്സിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിന് പല മെത്തേഡ്സ് ഉണ്ട് റിട്ടേൺ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം CAT എക്സാം അറിയാം അല്ലെ. IIMൽ എല്ലാ വർഷവും ഒരു 10,000 സീറ്റ്സ് ഉണ്ട്. ആ 10,000 സീറ്റ്സിലേക്ക് ഈ CAT എക്സാം വഴി അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഒരു 3 lakh കുട്ടികൾ ഉണ്ടെന്ന് വെച്ചോളൂ. സോ ഈ 3 ലക്ഷത്തിൽ പരം കുട്ടികൾ എഴുതുന്നതിൽ നിന്നും എങ്ങനെയാണ് IIM ആ 10,000 സ്റ്റുഡൻസിനെ തെരഞ്ഞെടുക്കുന്നത്? സോ അവരുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് അവരുടെ IIM സീറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എൻഡ് ഗോൾ എന്ന് വെച്ചാൽ ഒരു 10-20 സ്റ്റോക്ക് കണ്ടുപിടിക്കുക, സോ ദാറ്റ് വി ക്യാൻ ഇൻവെസ്റ്റ്. സോ അവർ എൻഡ് ഗോൾ ഈസ് ഓൾവേസ് ഡിഫൈൻ. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ IIMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ്സ് ഫില്ല് ചെയ്യുക, ഇതാണ് എൻഡ് ഗോൾ. ആ എൻഡ് ഗോൾ ഡിഫൈൻഡ് ആണ്. ആ എൻഡ് ഗോളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ്, കുറച്ച് ടൂൾസ് ആണ് ഈ പറയുന്ന, ഒന്നെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ റിട്ടേൺ എടുക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ആനുവൽ റിട്ടേൺസ് എടുക്കും, എന്നിട്ട് അതിനെ വെച്ച് കമ്പയർ ചെയ്യും. ഇപ്പം IIMന്റെ കേസിലാണെങ്കിൽ അവർ CAT സ്കോർ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളെ നമ്മുടെ IIMലേക്ക് ഇൻവൈറ്റ് ചെയ്യും. സോ എന്തിന്റെയോ അടിസ്ഥാനത്തിലാണ് ഇവര് ഈ പറയുന്ന സ്റ്റുഡൻസിനെ സോർട്ട് ചെയ്യുന്നതും ഈ റിട്ടേൺസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. സോ ഈ 5000 സ്റ്റോക്സ് എന്ന് പറയുന്ന ആ സ്റ്റോക്സിന്റെ നമ്പർ ആണ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നതും. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ റിട്ടേൺ ആണ് എടുക്കുന്നത്, ആ റിട്ടേണിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്റ്റോക്ക് സോർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ റിട്ടേൺസിനെ നമ്മൾ ഇവിടെ
വാല്യൂസ് എന്നും വിളിക്കും. ആ റിട്ടേൺ വാല്യൂസിലായിരിക്കും നമ്മൾ മീൻ, മീഡിയൻ, മോഡ് അല്ലെങ്കിൽ ക്വാർട്ടൈൽ, ക്വിൻറ്റൈൽസ് അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം അല്ലെങ്കിൽ ടൂൾ മെഷർമെന്റ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ സ്റ്റോക്സിൽ ഡയറക്ട്ലി നമുക്ക് മീൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 5000 സ്റ്റോക്ക് വന്നിട്ട് അതിന്റെ മീൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പറ്റത്തില്ല. ആ 5000 സ്റ്റോക്കിന്റെ എന്തോ ഒരു വാല്യൂവിന്റെ പുറത്താണ് നമ്മൾ മീൻ അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് റിട്ടേണിന്റെ പുറത്താണ് നമ്മൾ മീൻ, മീഡിയൻ, മോഡ് എല്ലാം കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ മീനും മീഡിയനും റിട്ടേണും എല്ലാം നമ്മുടെ റിട്ടേൺ മെഷർമെന്റിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമുക്കറിയാം ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ഒന്നെങ്കിൽ ഇപ്പം സ്റ്റുഡന്റ് IIM-നെ സംബന്ധിച്ചിടത്തോളം, കാറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടികളുടെ മാർക്ക്, ഇപ്പൊ ഒരു കുട്ടി ഔട്ട് ഓഫ് 100-ൽ സേ 50 മാർക്ക് കിട്ടി, അടുത്ത കുട്ടി ഔട്ട് ഓഫ് 100 60 മാർക്ക് കിട്ടി. അങ്ങനെ ഈ പറയുന്ന 3 lakh സ്റ്റുഡൻസിന്റെയും മാർക്ക് ഓരോന്നായി ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഈ പറയുന്ന മീഡിയനും മോഡും മീനും എല്ലാം കണ്ടുപിടിക്കാം. അതിന് പകരമായിട്ട് നമ്മുടെ കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ഇതിനെ ബക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യും. അതായത് 0 to 10 മാർക്ക് മേടിച്ച എത്ര കുട്ടികൾ, അങ്ങനെ ഒരു ബക്കറ്റ്. പിന്നെ 10 to 20 മാർക്ക് മേടിച്ച എത്ര കുട്ടികൾ, അങ്ങനെ ബക്കറ്റിലായിട്ട് ഇതിനെ ലിസ്റ്റ് ചെയ്തിടുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഒരു 3, ഇവിടെ 5, അങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടും. 30,000, 50,000 അങ്ങനെ വാല്യൂസ് കിട്ടും. സോ അതായത് 3 ലക്ഷം സ്റ്റുഡൻസിനെ നമുക്ക് ഈ പറയുന്ന 10 ബക്കറ്റിലായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിടാൻ സാധിച്ചു. സോ നിങ്ങളുടെ CFA ക്വസ്റ്റ്യൻസിൽ ഒന്നെങ്കിൽ റോ ഡയറക്റ്റ് ഡേറ്റ ആയിട്ട് തരും, അല്ലെങ്കിൽ ഈ ബക്കറ്റിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. റോ ഡേറ്റയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ my dear friends, please sort the data before moving forward with median or mode or any kind of calculation that you are performing. ആദ്യമേ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഡേറ്റനെ സോർട്ട് ചെയ്യണം. റോ ഡേറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ. ഇനി അഥവാ ഈ പറയുന്ന കണക്ക് ബക്കറ്റിലാക്കിയാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി സോർട്ടഡ് ആയിരിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ കാലത്തിൽ പഠിച്ച പോലെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അതായത് 0 to 10 ആണെങ്കിൽ 3 കുട്ടികൾ, 10 to 20 ആണെങ്കിൽ 5 കുട്ടികൾ. അപ്പം 10 to 20 മാർക്സ് മേടിച്ച 5 കുട്ടികൾ ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പം ഒരാൾ വന്ന് നിങ്ങളോട് ചോദിക്കുവാണ് 20യുടെ താഴെ മേടിച്ച എത്ര കുട്ടികൾ ഉണ്ടെന്ന്. 20യുടെ താഴെ മേടിച്ച കുട്ടികളുടെ എണ്ണം 5 ആണോ? അല്ല. 20യുടെ താഴെ മേടിച്ച കുട്ടികളുടെ എണ്ണം ഈ 0 to 10-ലും ഉൾപ്പെടുന്നുണ്ടല്ലേ. സോ ടോട്ടൽ 8 ആണ് 20 മാർക്കിൽ താഴെ മേടിച്ച കുട്ടികളുടെ എണ്ണം. സോ ഇവിടെ ലിസ്റ്റ് ബക്കറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ട് ഈ കുട്ടികളുടെ എണ്ണം ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കുകയും, റോ ഡേറ്റയാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഡേറ്റയെ സോർട്ട് ചെയ്യണം. ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ നമ്മുടെ CFA ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇവർ ചോദിക്കുവാണ് 20 ഇപ്പൊ 20 ആണ് നമുക്ക് മീഡിയൻ കിട്ടിയതെങ്കിൽ ഈ 10 to 20 എന്ന് പറയുന്ന ബക്കറ്റിനകത്തായിരിക്കുമല്ലോ ഈ മീഡിയൻ സ്കോർ വരുന്നത്. സോ നമ്മുടെ CFA പ്രകാരം നമ്മൾ എപ്പോഴും അപ്പർ ബക്കറ്റ് ചൂസ് ചെയ്യാവുള്ളൂ. 10 എന്ന് പറയുന്ന വാല്യൂ ചൂസ് ചെയ്തത് നമ്മൾ എപ്പോഴും 20 എന്ന് പറയുന്ന ഹയസ്റ്റ് വാല്യൂ വേണം ചൂസ് ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ആ CFA ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ബക്കറ്റിൽ തന്നിരിക്കുന്ന വാല്യൂസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇതാണ് ഇതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഈ മൊഡ്യൂൾ എന്താണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുറെ നമ്മൾ സ്കൂൾ കാലം തൊട്ടേ പഠിക്കുന്ന കുറെ വാല്യൂസ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ തിയറി ഞാൻ മോസ്റ്റ്ലി ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. കാരണം അത് അറിഞ്ഞുകൂടാത്ത ആരുമില്ല ഈ കൂട്ടത്തിൽ ഈ വീഡിയോ കാണുന്നതിൽ. സോ നിങ്ങൾ അത് എങ്ങനെ അതിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനു മുന്നേ നമ്മൾ എന്താണ് ഔട്ട്ലയർ എന്ന് പഠിക്കണം. വാട്ട് ഈസ് ആൻ ഔട്ട്ലയർ? ഇപ്പൊ ഞാൻ പറഞ്ഞു കാറ്റ് എക്സാമില് മെജോറിറ്റി ഓഫ് ദ കുട്ടികളും ഔട്ട് ഓഫ് 100-ൽ 50 to 60 റേഞ്ചിലാണ് അവർക്ക് മാർക്ക് കിട്ടിയെന്ന് വെച്ചോളൂ. മെജോറിറ്റി ഓഫ് ദ 95%-ൽ മുകളിലുള്ള കുട്ടികൾക്കും 50 to 60 മാർക്കിലാണ് കിട്ടിയത്. ഇതിൽ വളരെ ചെറിയൊരു ശതമാനമായിരിക്കും 90 to 100 എന്ന് പറയുന്ന മാർക്കിലും, വേറെ ഒരു ചെറിയ ശതമാനമായിരിക്കും ചിലപ്പം 0 to 10 എന്ന് പറയുന്ന ബക്കറ്റിലും വീഴുന്നത്. സോ ഈ ചെറിയ ശതമാനം കുട്ടികൾ തന്നെയാണ് ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ഔട്ട്ലയർ എന്ന് വിളിക്കുന്നത്. അതായത്
മൊത്തത്തിലുള്ള ഡേറ്റയുമായിട്ട് അവർക്ക് ഒരു മാച്ച് ഇല്ലാതെ സ്പ്ലിറ്റ് ആയി കിടക്കുന്നു. അതിനെയാണ് ഔട്ട്ലയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഒബ്സർവേഷൻ ദാറ്റ് ലൈസ് ഫാർ അവേ ഫ്രം അതർ ഒബ്സർവേഷൻസ് ഇൻ ദ ഡേറ്റാ സെറ്റ്. ഇപ്പൊ നമ്മൾ ഈ ഡേറ്റാ സെറ്റ് എടുക്കുകയാണെങ്കിലേക്ക് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആ 55, 56 ആ ഒരു റേഞ്ചിലായിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതാണ് ഈ 1, 2, 100, 101 ഇതെല്ലാം ഔട്ട്ലയേഴ്സ് എന്നാക്കി നമ്മൾ വിളിക്കും. അപ്പൊ ഈ ഔട്ട്ലയേഴ്സ് ഉണ്ടായാൽ നമ്മുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ മീനിന്റെ വാല്യൂവിനെ ഇത് ഭയങ്കരമായിട്ടും ഔട്ട്ലയേഴ്സ് അഫക്റ്റ് ചെയ്യും. അതേപോലെ ഈ ഔട്ട്ലയേഴ്സിനെ വേറെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാം എന്നതിന് നമുക്ക് ഈ പോകുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. എന്തായാലും ഇത് മനസ്സിലാക്കിക്കോളൂ. ഇതാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. ഒരു ആവറേജ് വാല്യൂസിൽ നിന്നും ഡിഫറെന്റ് ആയി നിൽക്കുന്ന വാല്യൂസിനെയാണ് ഔട്ട്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഔട്ട്ലയർ ഒരു ഡേറ്റാ സെറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈ പറയുന്ന മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മീനിന്റെ വാല്യൂവിനെ അത് ഭയങ്കരമായിട്ടും ഡിസ്റ്റോർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ ഡേറ്റാ സെറ്റും പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു ഡേറ്റാ സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ റോ ഡേറ്റയാണ് തരുന്നതെങ്കിൽ ഓരോ കുട്ടികളുടെയും മാർക്ക് വെച്ചാണ് തരുന്നതെങ്കിൽ ഇപ്പം ശ്രേയ സ്കോർഡ് 50 മാർക്ക്, ശ്രുതി സ്കോർഡ് 60 മാർക്ക്, ഇതിനെയാണ് നമ്മൾ ഡേറ്റാ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ബക്കറ്റിലാക്കി ഇടുമ്പോഴാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റാ സെറ്റും ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. ഞാൻ ആ രണ്ട് വാക്കുകളും ഈ വീഡിയോസിൽ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ അതൊക്കെ ഒരു ധാരണ വേണം, എന്താണ് ഡേറ്റാ സെറ്റും എന്താണ് ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, ഔട്ട്ലയറിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. യൂഷ്വൽ സ്കോർ അല്ലെങ്കിൽ യൂഷ്വൽ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ വാല്യൂസിലായിരിക്കും. അതിൽ നിന്നും ഡിഫറെന്റ് ആയി നിൽക്കുന്ന വാല്യൂസ് ആണ് ഇത് രണ്ടും. ഇത് രണ്ടിനെ നമ്മൾ ഔട്ട്ലയർ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിട്ടേൺ മെഷർമെന്റ് എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും നമ്മൾ പറഞ്ഞു നമ്മുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് കണ്ടുപിടിക്കാനായിട്ട് 5000 സ്റ്റോക്ക് ഉണ്ട്. 5000 സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും ഞാൻ ഒരാൾ പറയുവാണ് എനിക്ക് എന്താ പറയാ കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ റിട്ടേൺ ഞാൻ എടുക്കുവാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ റിട്ടേൺ പോട്ടെ, ഇന്നലത്തെ റിട്ടേൺ എടുക്കുവാണ്. ഇന്നലെ എന്നുള്ള ഒരു ദിവസം ഈ പറയുന്ന 5000 സ്റ്റോക്സും ജനറേറ്റ് ചെയ്തിട്ടുള്ള റിട്ടേണിന്റെ ബേസിലാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ പോകുന്നതെന്ന് അസ്യൂം ചെയ്യുക. ആരും അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ ആരും ചെയ്യുകയും ചെയ്യരുത്, കാരണം അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ. അപ്പം എന്തായാലും ഇന്നലെ എന്നുള്ള ഒരു ദിവസത്തെ റിട്ടേൺ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഇന്നലത്തെ റിട്ടേൺസ് ഞാൻ ഈ 5000 സ്റ്റോക്കിന്റെയും ഇന്നലത്തെ റിട്ടേൺസ് നോക്കിയിട്ട് ഞാൻ പറയുവാണ്, എന്റെ സ്വന്തം ഒരു റാൻഡം നമ്പർ ഇട്ടിട്ട് പറയുവാണ് 25% മുകളിൽ ഇന്നലെ റിട്ടേൺ തന്ന സ്റ്റോക്കിൽ മാത്രമേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ തരുന്ന സപ്പോസ് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ചിലപ്പം 1, 2 ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കും അങ്ങനെ കാണണമെന്നില്ല. സോ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, ഈ റാൻഡം വേരിയബിള് കളഞ്ഞിട്ട് അവര് പറയും ശരി, എനിക്ക് റാൻഡം വേരിയബിൾ ഞാൻ പറയുന്നില്ല, ഇന്നലെ മൊത്തത്തിൽ എല്ലാ സ്റ്റോക്കും ജനറേറ്റ് ചെയ്ത മീൻ റിട്ടേൺസിന്റെ ഒരു മീൻ അല്ലെങ്കിൽ ഒരു ആവറേജ് എടുത്തിട്ട് ആ ആവറേജിന്റെ മുകളിലേക്ക് ഉള്ള റിട്ടേൺസ് തന്ന സ്റ്റോക്സിനെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുവാണ്. അപ്പം എന്താണ് പറഞ്ഞത്, എല്ലാ സ്റ്റോക്സും ഇന്നലെ സ്റ്റോക്സ് എല്ലാം ഇന്നലെ ജനറേറ്റ് ചെയ്ത എല്ലാ റിട്ടേൺസിന്റെയും ആവറേജ് വാല്യൂ ഞാൻ കണ്ടുപിടിച്ചിട്ട് അതിന്റെ മുകളിലേക്കുള്ള സ്റ്റോക്കിലേക്കായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഇൻവെസ്റ്റർ പറഞ്ഞു. ഓക്കെ, നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു മെഷർമെന്റ് ആണ് ഈ പറയുന്ന ആവറേജ് മീൻ വെച്ചിട്ട് നമ്മൾ റിട്ടേൺസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് റിട്ടേൺസ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സം ഓഫ് ദി, നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നതായിരുന്നു എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് എ സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ ഡേറ്റാ സെറ്റ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻ. മൊത്തം ഒരു ഡേറ്റാ സെറ്റിലുള്ള ഒബ്സർവേഷൻസിന്റെ, അതായത് 5000 സ്റ്റോക്കിന്റെയും റിട്ടേൺസിന്റെ സം ഞാൻ എടുത്തിട്ട് ആ 5000 എന്ന് പറയുന്ന നമ്പർ ഇട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് മീൻ കിട്ടുന്നത്, അല്ലേ? അതാണ് ഈ പറയുന്ന അരിത്തമാറ്റിക് മീൻ അല്ലെ ആവറേജ്. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നതും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റിട്ടേൺ മെഷർമെന്റ് ആണ്.
സാമ്പിൾ മീൻ എന്ന് വെച്ചാൽ ഇപ്പം 5000 സ്റ്റോക്ക് ഉണ്ട്, അതിൽ നിന്ന് ഞാനൊരു 100 സ്റ്റോക്ക് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ റാൻഡം ആയിട്ട്, എന്നിട്ട് അതിന്റെ അർത്ഥമാറ്റിക് മീൻ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സാമ്പിൾ മീൻ. അല്ലാതെ പ്രത്യേകിച്ച് മലമറിക്കുന്ന റീസൺസ് ഒന്നും ഇതിനകത്ത് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ഒന്നും ഇതിലില്ല. There are 10 peoples in a company. Their salaries in rupee lakhs are as follows. അതായത് ഒരു കമ്പനിയിൽ 10 പേരുണ്ട്, ആ 10 പേരുടെയും സാലറി 2 ലക്ഷം, 2.5 ലക്ഷം, 2.6 lakh, 2.8 lakh, 3 അങ്ങനെ 10 lakhും 11 lakhും വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട് ആ 10 പേരുള്ള കമ്പനിയിൽ. ഇവിടെ മീൻ ഞാൻ കണ്ടുപിടിക്കുവാണെങ്കിൽ 4.28 rupee lakhs ആണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഈ മൊത്തം 10 പേരുടെ സാലറി ഞാൻ ആവറേജ് എടുക്കുമ്പം അതിന്റെ ആവറേജ് വരുന്നത് 4.28 lakhs ആണ്. പക്ഷെ നിങ്ങൾക്ക് കാണാം ഇതില് 10ല് 8 എംപ്ലോയീസും 10ല് 8 എംപ്ലോയീസും ഈ പറയുന്ന മീൻ വാല്യൂവിനേക്കാൾ താഴെയാണ് അവര് സാലറി മേടിക്കുന്നത്. ജസ്റ്റ് 2 ആൾക്കാർ മാത്രമേ ഈ മീൻ വാല്യൂവിനേക്കാൾ മുകളിലേക്ക് സാലറി മേടിക്കുന്നുള്ളൂ. സോ ഇതാണ് ഈ ഔട്ട്ലയറിന്റെ പ്രശ്നം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഔട്ട്ലയർ ഡിസ്റ്റോർട്ട്സ് ദി കാൽക്കുലേഷൻ ഓഫ് എ മീൻ. സോ ഇതാണ് അതിന്റെ പ്രശ്നം. അതായത് മീൻ വാല്യൂ നമുക്ക് കിട്ടും, പക്ഷെ ആ മീൻ വാല്യൂ വിൽ നോട്ട് ബി എ ട്രൂ റെപ്രസെന്റേഷൻ ഓഫ് ദി ആവറേജ് സാലറി ദാറ്റ് ദീസ് പീപ്പിൾ ആർ ടേക്കിംഗ്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ കേസിൽ വരുമ്പോൾ ഒരു ഇൻവെസ്റ്റർ പറയുവാണ്, ശരി ഇന്നലെ സ്റ്റോക്കുകളെല്ലാം ജനറേറ്റ് ചെയ്ത റിട്ടേൺസിന്റെ ആവറേജിന്റെ മുകളിലുള്ള സ്റ്റോക്ക് ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എന്തോ റീസൺ കൊണ്ട് അബ്നോർമലി ഹൈ റിട്ടേൺസ്, സേ 100% റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ സ്റ്റോക്ക് എൻറ്റയർ കാൽക്കുലേഷനെ അത് ഡിസ്റ്റോർട്ട് ചെയ്യും. അതായത് എഗെയിൻ പുള്ളിക്കാരൻ മീൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കിനും ആ മീൻ റിട്ടേണിനേക്കാൾ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് മേ ബി 2 അല്ലെങ്കിൽ 10 സ്റ്റോക്കേ കാണത്തുള്ളൂ. 5000 സ്റ്റോക്കിൽ അങ്ങനെയുള്ള 10 സ്റ്റോക്കേ ചിലപ്പം കാണത്തുള്ളായിരിക്കും. ബിക്കോസ് ദർ ഇസ് ആൻ ഔട്ട്ലയർ അതിനകത്ത് ഉണ്ടെങ്കിൽ ആ വാല്യൂസിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. സോ ഇതും ഒരു നല്ലൊരു മെത്തേഡ് അല്ല ഈ പറയുന്ന അർത്ഥമാറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ളതെന്ന് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് മനസ്സിലായി. സോ അയാള് വേറെ അല്ലെങ്കിൽ ഈ ഔട്ട്ലയർ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ അവോയ്ഡ് ചെയ്ത് എങ്ങനെ എന്റെ ഡിസിഷനിലേക്ക് എത്തിച്ചേരാം എന്ന് അയാൾ ആലോചിക്കുകയാണ്. ഇത് IIMന്റെ കേസിലൊന്ന് ആലോചിച്ച്, കാറ്റിന്റെ കേസിലൊന്ന് ആലോചിച്ച്, എല്ലാ കാറ്റ് സ്കോറും സേ 50ലാണ് മേടിക്കുന്നത്, ഏതോ കുറച്ച് സെഗ്മെന്റ് ഓഫ് ആൾക്കാർ മാത്രം 100 മാർക്ക് മേടിച്ചു. അങ്ങനെയാണെങ്കിൽ IIMന്റെ 10,000 സീറ്റ് ഫില്ല് ചെയ്യണേ IIMന്. പക്ഷേ ഈ പറയുന്ന മീൻ വാല്യൂവിന്റെ മുകളിൽ സ്കോർ ചെയ്ത കുട്ടികളുടെ എണ്ണം ചിലപ്പം 100 200 കാണത്തുള്ളൂ. അപ്പം 10,000 സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഈ പറയുന്ന മീൻ വാല്യൂ എടുത്താൽ 100 സ്റ്റുഡൻസിനെ അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും എഗെയിൻ ഒരു പ്രശ്നമാണെന്ന് IIMകാർക്കും മനസ്സിലായി. അപ്പം അവരും ഈ മീൻ വാല്യൂ ഉപയോഗിക്കത്തില്ല, അവർ പകരം വേറെ എന്തോ ഒരു വാല്യൂ ഉപയോഗിക്കും. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് ഈ മീനിനെ പറ്റി നോക്കാം. മീൻ ഈസ് അഫക്റ്റഡ് ബൈ എവറി സിംഗിൾ വാല്യൂ ഇൻ ദ ഡേറ്റാ സെറ്റ്. ആ ഡേറ്റാ സെറ്റിൽ എന്തെല്ലാം വാല്യൂ ഉണ്ടോ ആ വാല്യൂസ് എല്ലാം മീനിന്റെ കാൽക്കുലേഷനിൽ അഫക്റ്റ് ചെയ്യും. യെറ്റ് ഇൻ ഫൈനാൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, മീൻ കാൽക്കുലേഷനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും in finance we still use mean value as the expected return for the next period. അടുത്ത പീരീഡിൽ ഇപ്പം ഇന്നലത്തെ റിട്ടേൺ നോക്കിയിട്ട് നാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന റിട്ടേൺസിന്റെ ഏതാണെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അവര് പറയാൻ പോകുന്നത് ആ മീൻ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, എന്തിനാണ് ഇപ്പോഴും ഫൈനാൻസിൽ അല്ലെങ്കിൽ ഫൈനാൻസിൽ ഈ മീൻ വാല്യൂവില് തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ സ്പെസിഫൈ ചെയ്യുന്നത്? സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ mean value is that value which minimizes something known as squared prediction error. എന്താണ് prediction error? Prediction error എന്ന് വെച്ചാൽ as the name suggests you predict some returns but the reality gives another value. അതായത് നിങ്ങൾ പറയുവാണ് നാളെ സ്റ്റോക്ക് മാർക്കറ്റില് NSE നമ്മുടെ നിഫ്റ്റി 50 10% റിട്ടേൺസ് തരുമെന്ന്, പക്ഷെ ആക്ച്വലി അത് 1% റിട്ടേണേ തന്നുള്ളൂ. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് 9% ആണ് prediction error എന്ന് പറയുന്നത്. Say
യു പ്രെഡിക്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ഫോർ ഈച്ച് മന്ത്. നിങ്ങൾ എല്ലാ മാസവും സ്റ്റോക്ക് മാർക്കറ്റ് ഇത്ര 5% വെച്ചിട്ട് റിട്ടേൺ ചെയ്യുമെന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ്. പക്ഷെ ആക്ച്വലി റിട്ടേൺ വന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. 4 മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആൻഡ് ഏപ്രിൽ. അപ്പം പ്രഡിക്ഷൻ എറർ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളുടെ അതായത് ആക്ച്വലി അത് പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ട് മൈനസ് നിങ്ങളുടെ പ്രഡിക്ഷൻ വാല്യൂ ആണ്. അത് ഇവിടെ വരുന്നത് 3, -3, 4 ആൻഡ് -4 വരുന്നുണ്ട്. അപ്പൊ ഒരാൾ വന്ന്, നിങ്ങളുടെ കൂട്ടുകാരൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ്, ഈ 4 മാസത്തിൽ മൊത്തത്തിൽ നിനക്ക് എത്ര പ്രഡിക്ഷൻ എറർ വന്നു എന്ന് ചോദിക്കുമ്പം അവൻ എന്താ ചെയ്യുന്നത്? അവൻ സിംപിളി ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 0 എന്നങ്ങ് അവനോട് പറയും. അവനെ നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല, നിങ്ങൾ ഇത് ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് 0 ആ വന്നത്. സോ പ്രഡിക്ഷൻ എറർ 0 ആയിട്ട് മാറി. പക്ഷേ ഇതൊരു കറക്റ്റ് വാല്യൂ ആണോ? ക്ലിയർലി ഇറ്റ് ഈസ് എ റോങ് മെത്തേഡ്. കാരണം നിങ്ങൾ അവിടെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രഡിക്ഷനിലും വ്യത്യാസമുണ്ട്, എന്നിട്ടും സം ഓഫ് ദ പ്രഡിക്ഷൻ എറർ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇറ്റ് ഈസ് എ റോങ് മെത്തേഡ്. സോ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രഡിക്ഷൻ എററിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഇവിടെ നമ്മുടെ പ്രഡിക്ഷൻ എറർ 3 ആണ് കിട്ടിയത്, അതിനെ 9 ആക്കും. -3 ആണ് പ്രഡിക്ഷൻ എറർ എങ്കിൽ അതിന്റെയും സ്ക്വയർ എടുക്കുമ്പോൾ അത് 9 ആവും. സോ ഇങ്ങനെ സം ഓഫ് ദ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് 0 അല്ല കിട്ടുന്നത്, പക്ഷെ സം ഓഫ് ദ പ്രഡിക്ഷൻ എറർ കിട്ടുമ്പോഴത്തേക്കിനും നമുക്ക് 0 കിട്ടും. ഓക്കെ, ഇവിടെ 0 ആണ് വരുന്നത്, പക്ഷെ സം ഓഫ് ദ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എറർ കിട്ടുമ്പം നമുക്ക് 0 അല്ലാത്തൊരു വാല്യൂ കിട്ടും. The sum of the squared prediction error gives a value of 50, which clearly shows that you were wrong with your prediction. അതായത് വെറുതെ പ്രഡിക്ഷൻ എററിന്റെ സം എടുത്താൽ നിങ്ങൾക്ക് 0 കിട്ടുമെങ്കിൽ സ്ക്വയേർഡ് സം ഓഫ് ദ പ്രഡിക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് അത് ഒരിക്കലും 0 കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് ഒരു ഒബ്സർവറിന്, നിങ്ങളുടെ കൂട്ടുകാരന് മനസ്സിലാവും, അവനെ പറ്റിക്കാൻ പറ്റത്തില്ല. സോ ഈ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എറർ, സം ഓഫ് ദ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എറർ മിനിമം വരണമെങ്കിൽ, സം ഓഫ് ദ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എറർ മിനിമം വരണമെങ്കിൽ നിങ്ങളുടെ ഈ പ്രഡിക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് ചുമ്മാ ഏതെങ്കിലും പ്രഡിക്ഷൻ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പറയുന്ന റിട്ടേൺസിന്റെ മീൻ വാല്യൂ ആയിരിക്കണം നിങ്ങളുടെ പ്രഡിക്ഷൻ ആയിട്ട് വരേണ്ടത്. ഈ പറയുന്ന ഇന്നലെ ജനറേറ്റ് ചെയ്ത റിട്ടേൺസിന്റെ മീൻ വാല്യൂ ആണ് നിങ്ങളുടെ പ്രഡിക്ഷൻ ആയിട്ട് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ പറയുന്ന സ്ക്വയേർഡ് സം ഓഫ് ദ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എററിന്റെ വാല്യൂ നിങ്ങൾക്ക് മിനിമം ആയിട്ട് കിട്ടും. 0 ആയിട്ട് കിട്ടുമെന്നല്ല, മിനിമം ആയിട്ട് കിട്ടും. അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഏത് വാല്യൂ എടുത്തോളൂ, മീൻ അല്ലാതെ വേറെ ഏത് വാല്യൂ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രഡിക്ഷൻ വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്താൽ അവിടുത്തെ വാല്യൂ സം ഓഫ് ദ സ്ക്വയേർഡ് പ്രഡിക്ഷൻ എറർ വിൽ ബി ഓൾവേസ് ഹയർ ദാൻ വെൻ യു യൂസ് ദ മീൻ വാല്യൂ. ഇതാണ് ഇവിടെ പറയുന്നത്. What statistics tell is that if you use the mean as the prediction value, then the sum of the squared prediction error will be the lowest at the mean value. In our case, it becomes 0. Any other prediction you use, the sum of the squared error will be higher. That is why we use the mean value as the predicted return value or expected return for the next ടൈം പീരീഡ്. അടുത്ത ടൈം പീരീഡിലേക്ക് എത്ര സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ മീൻ വാല്യൂ എടുത്ത് കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. കാരണം ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ദ മിനിമം പ്രഡിക്ഷൻ എറർ, സം ഓഫ് ദ സ്ക്വയർഡ് പ്രഡിക്ഷൻ എറർ. IIM-ലായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളായാലും രണ്ടുപേരും കണ്ടുപിടിച്ചു മീൻ വാല്യൂ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവിടെ ഔട്ട്ലയേഴ്സ് ആ ഡേറ്റാ സെറ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടെങ്കിൽ, ഞാൻ പിന്നെയും പറയുന്നു ഡേറ്റാ സെറ്റും ഡിസ്ട്രിബ്യൂഷനും ഞാൻ മാറി മാറി ഉപയോഗിക്കും, അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ ഡേറ്റാ സെറ്റിലോ ഡിസ്ട്രിബ്യൂഷനിലോ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മീൻ വാല്യൂവിനെ അത് ഭയങ്കരമായിട്ടും അത് ഡിസ്റ്റോർട്ട് ചെയ്യും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാര് മീഡിയൻ വാല്യൂ അല്ലെങ്കിൽ മോഡ് വാല്യൂ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സോ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഞാൻ പറഞ്ഞു മീഡിയൻ വാല്യൂ മോഡും കണ്ടുപിടിക്കുന്നതിന് മുന്നേ ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അറേഞ്ച് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. മോസ്റ്റ്ലി അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തോളൂ, അങ്ങനെയാണ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇപ്പം സ്റ്റോക്സ് എല്ലാം 5000 സ്റ്റോക്ക് ഉണ്ട്, 5000 സ്റ്റോക്ക് -5% to 5% വരെയാണ് റിട്ടേൺസ് തന്നതെങ്കിൽ ഈ
-5 തുടങ്ങി ആ സ്റ്റോക്കിനെ അറേഞ്ച് ചെയ്ത് ഈ പറയുന്ന 5% വരെ കൊണ്ടുവരണം. അതായത് ഇതിന്റെ ദിസ് ഹോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കിനെ എല്ലാം റിട്ടേൺസിന്റെ അടിസ്ഥാനത്തിൽ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അറേഞ്ച് ചെയ്ത് വെക്കാം. നിങ്ങൾ അസെൻഡിങ്ങിൽ അറേഞ്ച് ചെയ്ത് വെച്ചോളൂ. അതുകൊണ്ട് മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല. മീഡിയനോ മോഡോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്ന ക്വാണ്ടൈൽസ് എന്ന് പറയുന്ന ക്വാർട്ടൈൽ, പെർസെന്റൈൽ, ഇതിനെല്ലാം അറേഞ്ചിങ് ഓഫ് ദ ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മറന്നു പോകരുത്. Median is the value of the middle item of a data set that has been sorted into ascending or descending order. ഇതും നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. Median is the middle item of the data set. In our previous example of salaries of the employees, we identified that the mean value we calculated is way higher than the majority of the salary of the employees because of the presence of outliers. Median avoids this effect of outlier and gives us a true picture of the data set. That is why in income or wealth data, ഒരു രാജ്യത്തിന്റെ ഇൻകം ഡേറ്റയോ വെൽത്ത് ഡേറ്റയോ എടുക്കുകയാണെങ്കിൽ എക്കണോമിസ്റ്റ് ഒരിക്കലും മീൻ ഹൗസ് ഹോൾഡ് ഇൻകം പറയത്തില്ല. അവർ മീഡിയൻ ഹൗസ് ഹോൾഡ് ഇൻകം ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഒരു രാജ്യത്ത് കുറച്ച് ബില്യണേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ സാലറി ഇട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻകം ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു രാജ്യത്തിന്റെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് അബ്സർഡ്ലി ഹൈ ആയിട്ട് മാറും. ഇപ്പം അംബാനിയും അദാനിയുടെ എല്ലാം വാല്യൂ ഇട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ, ടാറ്റയുടെ ഒക്കെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്ത്യയുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിട്ടിരിക്കും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ വെൽത്ത് ഡേറ്റ എടുക്കുമ്പം, ഇൻകം ഡേറ്റ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മീഡിയൻ വാല്യൂ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, മീൻ വാല്യൂ അല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻ ദ എക്സാമ്പിൾ ഓഫ് അവേഴ്സ്, അതായത് നമ്മുടെ സാലറി 10 people ഉള്ള കമ്പനിയിലെ സാലറി എക്സാമ്പിൾ എടുക്കുമ്പോഴത്തേക്കിനും ഇവിടുത്തെ മിഡിൽ വാല്യൂ, അതായത് ഏത് സാലറിയാണ് ഈ പറയുന്ന എൻ്റെ 10 എംപ്ലോയീസിനെയും കറക്റ്റ് 5 ആയിട്ട് രണ്ട് സൈഡിലും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതായത് ഈ പർട്ടിക്കുലർ സാലറിയുടെ മുകളിൽ മേടിക്കുന്ന 5 പേരും ഈ പർട്ടിക്കുലർ സാലറിയുടെ താഴെ മേടിക്കുന്ന 5 പേരും ഉണ്ട് എന്ന് പറയുന്നത് ഏത് സാലറി വാല്യൂ ആണ് എന്നതാണ് ഈ പറയുന്ന മീഡിയൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഡേറ്റ ഓൾറെഡി സോർട്ടഡ് ആണ്. മീഡിയൻ ഇസ് ദ ഒബ്സർവേഷൻ ദാറ്റ് ഓക്യുപ്പൈസ് ദ മിഡിൽ പൊസിഷൻ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വാല്യൂസ് ഉണ്ട്. 10 വാല്യൂസിന്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ മിഡിലിൽ വരുന്ന 2 വാല്യൂസ് ഉണ്ട്, 2.8ഉം 3ഉം. ഓക്കെ, സോ ഇതിന്റെ മിഡിൽ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ വി സിംപ്ലി ഫൈൻഡ് ദ മീൻ ഓഫ് 2.8 and 3. അതായത് ഈ രണ്ട് മിഡിൽ വാല്യൂസിന്റെയും മീൻ അങ്ങ് നമ്മൾ എടുക്കും. അങ്ങനെ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 2.9 എന്ന് പറയുന്നത്. അതായത് there are exactly 5 people earning above rupees 2.9 lakh and exactly 5 people earning below 2.9 lakh. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിൽ വന്നാൽ അവർ ഈ സ്റ്റോക്കിനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഏത് സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ആണ് എൻ്റെ സ്റ്റോക്സിനെ അല്ലെങ്കിൽ ആ 5000 സ്റ്റോക്സിനെ 2500 ഒരു സൈഡിലോട്ടും 2500 സ്റ്റോക്സ് വേറൊരു സൈഡിലോട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുന്നത് എന്നുള്ളത് ഏത് റിട്ടേൺ വാല്യൂ ആണ് എന്നുള്ളതാണ് ഈ പറയുന്ന മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്. 2 ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ IIM കേസിൽ വരുമ്പം ഏത് സ്കോറാണ്, ഏത് കാറ്റ് സ്കോർ ആണ് എൻ്റെ 3 ലക്ഷം കുട്ടികളെ 1,50,000 on one side and 1,50,000 on the other side ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മീഡിയൻ വാല്യൂ പറയുന്നത്. We saw in the mean that there are 8 people below the mean value and 2 people above the mean value. A salaried example ആണ്. But in case of median, the number of people is split exactly in the half. Formula to find the median value is to find the observation that occupies the n+1/2th position ആണ്. പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് വേണം അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ. അറേഞ്ച്ഡ് ഡേറ്റ സെറ്റ്. ഓക്കെ, ഞാനിത് പിന്നെയും പറയുന്നതേ ഉള്ളൂ. നമ്മുടെ സ്കൂളിൽ ഇതെല്ലാം നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. n+1/2 എന്ന് പറയുന്ന പൊസിഷനിലെ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുന്നത്.
സോ n+1/2 പൊസിഷൻ നമ്മൾ ചെയ്തപ്പം നമുക്ക് 5.5 ആണ് കിട്ടുന്നതെങ്കിൽ സിംപ്ലി ആ 5th പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ 6th പൊസിഷനിൽ കിടക്കുന്ന വാല്യൂവിനെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മീഡിയൻ വാല്യൂ കിട്ടും. നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. മീനും ഒരു ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷന് ഒരു മീൻ വാല്യൂ കാണത്തുള്ളൂ. എക്സാക്ട്ലി സിമിലർ ആയിട്ട് തന്നെയാണ് മീഡിയനും ഒരു ഡേറ്റ സെറ്റിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മീഡിയൻ വാല്യൂ കാണത്തുള്ളൂ. അതായത് there will be only one stock market return that would split the 5,000 stocks into two different halves. Median is not affected by outliers. മീഡിയനില് ഔട്ട്ലയേഴ്സിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. We are concerned only about the middle value with or without outliers. അറ്റത്തുള്ള എന്തോ വാല്യൂ ആയിക്കോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ നടുക്കുള്ള വാല്യൂയിൽ മാത്രമായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ മീനിൽ നമ്മൾ കണ്ടു എല്ലാ വാല്യൂസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീഡിയനിൽ നമ്മൾ വാല്യൂസ് ഒന്നുമേ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ മിഡിലുള്ള വാല്യൂ ഏതാന്ന് കണ്ടുപിടിക്കുക. വി ആർ ജസ്റ്റ് ഐഡന്റിഫൈങ് ദാറ്റ് വാല്യൂ വിച്ച് ഇസ് ഇൻ ദ മിഡിൽ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ കാൽക്കുലേഷൻസ് ഒന്നും പ്രത്യേകിച്ച് വാല്യൂസ് വെച്ച് ചെയ്യാനില്ല. Calculating median is complex because we have to first sort the data, then we have to find the middle position, then we have to find the value in that middle position. Mean on the other hand can be calculated straightforward. അതുകൊണ്ടാണ് മീഡിയൻ പൊതുവെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് യൂസ് ചെയ്യാത്തത്. അത് കൂടാതെ നിങ്ങളുടെ CFA ബുക്കിൽ എഴുതിയിരിക്കുന്നത് മീഡിയൻ is less mathematically tractable than mean. അതായത് mean can be used for further calculations but median is useless. mean value നമ്മൾ കണ്ടുപിടിച്ചാൽ അതിനെ നമുക്ക് further calculationsലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മീഡിയൻ എന്ന് വെച്ചാൽ ജസ്റ്റ് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ ആ ലൊക്കേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമാണ്. പ്രത്യേകിച്ച് ഒരു ഉപയോഗവും മീഡിയനിലോ മോഡിലോ നമുക്ക് തരാൻ ഇല്ല. ഇവിടെ ഒരു കമ്പാരിസൺ ടേബിൾ വന്നിട്ടുണ്ട്. വേരിയൻസ് കണ്ടുപിടിക്കാം മീൻ വെച്ച്, റിഗ്രഷൻ കണ്ടുപിടിക്കാം, പോർട്ട്ഫോളിയോ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യാം, ഓൾജിബ്ര വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ മീനിന് പല പല ആഫ്റ്റർ കേസസ് ഉണ്ട്. പക്ഷെ മീഡിയൻ എന്ന് വെച്ചാൽ ഒരു ഉപയോഗവും ഇല്ല, ജസ്റ്റ് മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളത് മോഡ്. നമ്മുടെ സ്കൂൾ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ മോഡ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ് എന്നുള്ളതാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വാല്യൂ. നമ്മൾ പഠിച്ചിരുന്നു മീനും മീഡിയനും ഒരു ഡേറ്റ സെറ്റിൽ ഓരോന്നേ ഉള്ളൂ. പക്ഷെ മോഡ് ഒരു ഡേറ്റ സെറ്റിൽ 0 മോഡ് ആവാം, 1 മോഡ് ആവാം, അല്ലെങ്കിൽ മോർ ദാൻ 1 മോഡ് ആവാം. അതായത് ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ 0 മോഡ് ആയിരിക്കും. ഒരു തവണ റിപ്പീറ്റ് ചെയ്താൽ അത് 1 മോഡ്. ഒന്നിൽ കൂടുതൽ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മോർ ദാൻ 1 മോഡും ഉണ്ടായിരിക്കും. A single observation is repeated multiple times in a data set. അതിനെയാണ് യൂണി മോഡൽ എന്ന് പറയുന്നത്. 2 observations are repeatedly appearing in the data set. അതിനെയാണ് ബൈ മോഡൽ എന്ന് പറയുന്നത്. ഇതും നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിൽ പറയുവാണെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റർ വന്നിട്ട് ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പം ഇന്നലത്തെ റിട്ടേൺസ് അങ്ങേരെടുത്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നത് ഏത് റിട്ടേൺസ് ആണ്. സേ ഒരു സ്റ്റോക്ക് മാർക്കറ്റില് ഇന്നലത്തെ റിട്ടേൺസ് എടുത്ത് നോക്കിയപ്പം 5000 സ്റ്റോക്കിലെ മെജോറിറ്റി ഓഫ് ദ സ്റ്റോക്സും 5 to 6% എന്ന് പറയുന്ന ബ്രാക്കറ്റിലാണ് 90% ഓഫ് ദ സ്റ്റോക്സും റിട്ടേൺസ് പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതാണ് ഒരു മോഡ് എന്ന് പറഞ്ഞിട്ട് അയാൾ സെലക്ട് ചെയ്യും. അതായത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാല്യൂ. IIMന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ കാറ്റ് സ്കോറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കോർ ചെയ്യുന്നത് ഏത് ബ്രാക്കറ്റിലാണ്, ഇപ്പൊ 50 to 60 എന്ന് പറയുന്ന ബ്രാക്കറ്റിലാണ് നമ്മുടെ സ്കോർ വരുന്നതെങ്കിൽ അതായിരിക്കും ആ കാറ്റ് സ്കോറിന്റെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറ്റ് ഈസ് വെരി റെയർ ടു ഫൈൻഡ് 2 സ്റ്റോക്സ് പ്രൊഡ്യൂസിങ് ദ സെയിം റിട്ടേൺസ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പം അത് ചിലപ്പോൾ രണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് തരുന്നത് 3.5% ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് തന്നെ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തത് 3.5%, അടുത്ത ദിവസം പ്രൊഡ്യൂസ് ചെയ്തത് 3.5% എന്ന് കാണുമെങ്കിലും
അറ്റ് ദി എക്സ്ട്രീം എൻഡ് ഓഫ് ദ ഡെസിമൽസിൽ അത് ഡിഫറൻസ് കാണും. ചിലപ്പോൾ 3.5 എന്ന് പറയുന്നത് 3.499999 എന്ന് പറയുന്നതും 3.5 എന്ന് പറയുന്നത് 3.50000001 എന്ന് പറയുന്ന പെർസെൻറ്റേജും. അതായത് ഇൻ എ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ഒരു സ്റ്റോക്ക് എല്ലാ ദിവസവും സെയിം റിട്ടേൺസ് തരില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കാണുന്നത് 3.5 ആയിട്ടാണെങ്കിലും അതിന്റെ ഡെസിമൽസിൽ അത് വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ സാലറി എക്സാമ്പിളില് മോഡ് എന്ന് പറയുന്നത് ഏതാണ്? 2.6 ആണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നത്. സോ അവിടുത്തെ മോഡ് എന്ന് പറയുന്നത് 2.6 ആണ്. ഈ മോഡ് കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ ഡേറ്റ അറേഞ്ച് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് 2.6 it was 2.7 in one place, അതായത് ഇവിടെ ഒരു 2.6 അല്ല പകരം ഒരു 2.7 ആണ് വരുന്നതെങ്കിൽ ഈ ഡേറ്റ സെറ്റിൽ ഒരു വാല്യൂം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല. അതായത് ഇവിടെ ഈ ഡേറ്റ സെറ്റിൽ ഒരു മോഡും ഇല്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചു മുന്നേ എന്താ പറഞ്ഞത്? ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ ദിവസവും സെയിം റിട്ടേൺസ് തരുന്നില്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺസിനും 0 മോഡ് ആയിരിക്കും ഉള്ളത്. A continuous distribution, basically stock market returns will have no mode. If you map the daily returns of a stock market over a long period, say 10 years, you get a distribution like this. ഇതിനെയാണ് continuous distribution എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കർവിനെ നമുക്ക് കിട്ടും. Most probably the returns for one day will be different from the returns for any other day. There could be difference in at least the 0.0001 decimal position. To make it more orderly, we put the individual returns into buckets. നമ്മൾ പറഞ്ഞു മാർക്കിനെ നമ്മൾ ഡയറക്ട്ലി മാർക്കായിട്ട് എഴുതാതെ അതിനെ നമ്മൾ ബക്കറ്റിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. -15 to -10%, 10 to -10 to -5, അങ്ങനെ നമ്മൾ ബക്കറ്റിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലൊരു ഹിസ്റ്റോഗ്രാം കിട്ടും. ഹിസ്റ്റോഗ്രാം നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. ഹിസ്റ്റോഗ്രാം നോക്കിയിട്ട് മോഡ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ 4 ആണ് ഇവിടുത്തെ മോഡ് വരുന്നത് അല്ലെ, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ പറയുന്ന 0 to 5% റിട്ടേൺസ് ആണ്. സോ ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ. The histogram reveals a model interval, that is the return bucket that appears the maximum number of times. Simply identify the highest bar in the histogram. ഇതാണ് 0 to 5%. ഇതാണ് ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെ ഔട്ട്ലയേഴ്സിന്റെ എഫക്ട് മീനിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അതിനെ പറ്റിയെല്ലാം. സോ ഈ ഔട്ട്ലയേഴ്സിനെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് 3 രീതിയിൽ ഹാൻഡിൽ ചെയ്യും. ഒന്നെന്ന് വെച്ചാൽ അവർ ഒന്നും ചെയ്യത്തില്ല, ഡു നത്തിങ് അറ്റ് ഓൾ. യൂസ് ഓൾ ദി ഒബ്സർവേഷൻ ഇൻ ദ ഡേറ്റ സെറ്റ്. അതായത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഔട്ട്ലയേഴ്സ് സംഭവിക്കുന്നത് എറർ ഓഫ് ഒബ്സർവേഷനിൽ സംഭവിക്കും. അതായത് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് 10% ആണ് റിട്ടേൺ തന്നതെങ്കിൽ ഒരു അനലിസ്റ്റ് അത് എഴുതിയപ്പോഴത്തേക്കിനും ആ 10-ന് ഒരു 0 കൂടി 100 ആയിട്ട് അയാൾ എഴുതിയിരിക്കാം ഒരു ദിവസം തന്ന റിട്ടേൺ. സോ ഈ 100% എന്ന് പറയുന്നത് ഒരു എറർ ആണ്. മോസ്റ്റ്ലി സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ബിലീവ് ചെയ്യുന്നത് ഔട്ട്ലയേഴ്സ് ആർ ആൻ എഫക്ട് ഓഫ് എറർ ഇൻ റൈറ്റിംഗ് ദിസ് ഒബ്സർവേഷൻസ്. ഓക്കെ, അപ്പം ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇഫ് യു ആർ ഷുവർ ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് എറേഴ്സ് ആർ നോട്ട് ദെയർ ഇൻ ദ ഡേറ്റ സെറ്റ്, അതായത് നിങ്ങൾക്ക് 101% ഷുവർ ആണ് ആ ഡേറ്റ സെറ്റിൽ ഇങ്ങനെയുള്ള എറേഴ്സ് ഒന്നും ഇല്ല, ആ ഡേറ്റ സെറ്റിലുള്ള എല്ലാം കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ വാല്യൂസും യൂസ് ചെയ്ത് തന്നെ മീൻ കണ്ടുപിടിക്കണം എന്നാണ് ഇവര് പറയുന്നത്. ഈ പറയുന്ന we should use all the observations in the data set as we saw in the salary example. It may not give a true picture of what we are analyzing, but we should use all the data in the data set. Option 1 എന്ന് പറയുന്നത്. But it is better than removing or replacing the outlier. കാരണം ഇപ്പം സേ ഇവിടെ ഒരു എക്സാം നടത്തി ഔട്ട് ഓഫ് 10-ൽ 10 പേരുള്ള ക്ലാസ്സിൽ ഒരുത്തന് 1, 2, 3 1-2 മാർക്കും വേറെ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിന് 5 എന്ന് പറയുന്ന മാർക്കും ചിലർക്ക് മാത്രം 10 എന്ന് പറയുന്ന മാർക്കും കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇതിനെ ഒരു ഔട്ട്ലയർ ആയിട്ട് കണ്ടുപിടിക്കും, ഇതിനെ ഒരു ഔട്ട്ലയർ ആയിട്ട് കണ്ടുപിടിക്കും. വേറൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ചിലപ്പം ഇത് രണ്ടും എന്താ പറയാ
ഈ പറയുന്ന ഔട്ട്ലയർ ആയിട്ട് കണ്ടുപിടിക്കും. അതായത് ഞാൻ അതിനെ റിമൂവ് ചെയ്യാൻ പോയാൽ, ഔട്ട്ലയറിനെ റിമൂവ് ചെയ്യാൻ പോയാൽ ഓരോ അനലിസ്റ്റിനനുസരിച്ച് ആ ഔട്ട്ലയറിന്റെ നമ്പരും മാറും. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ജഡ്ജ്മെന്റ് ഓഫ് ഡിഫറെന്റ് അനലിസ്റ്റ്, ഡിഫറെന്റ് മീൻ വാല്യൂസ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എവ്രി വൺ യൂസിങ് ദ സെയിം ഡേറ്റ ഗെറ്റ്സ് എ സെയിം ആൻസർ. അതുകൊണ്ടാണ് ഓപ്ഷൻ 1 എന്ന് പറഞ്ഞത് സെയിം ഡേറ്റ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. അതായത് എല്ലാവർക്കും സെയിം ആൻസർ തന്നെ കിട്ടും. Consistency and comparability across analyst matters more than getting better accuracy. Consistency ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഔട്ട്ലയറിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് റിമൂവിങ് ഓൾ ദി ഔട്ട്ലയേഴ്സ്. അതിനെയാണ് നമ്മൾ ട്രിം മീൻ എന്ന് പറയുന്നത്. ട്രിം മീൻ എന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. സോ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഔട്ട്ലയേഴ്സിനെ ട്രിം ചെയ്ത് കളയുക. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ട്രിം മീനിനെ ഡിനോട്ട് ചെയ്യുന്നത് 5% ട്രിംഡ് മീൻ എന്നാണ്. ഇത് നിങ്ങൾ എന്തിനു പഠിച്ചു വെക്കണം എന്ന് വെച്ചാൽ എക്സലിലാണ് നിങ്ങൾ ട്രിം മീൻ കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ അവിടെ ഈസിക്കൽ ടു ട്രിംഡ് മീൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പം അവിടെ നിങ്ങൾക്കൊരു ഇൻപുട്ട് വേണ്ടി വരുന്നത് ഇത് എത്ര ശതമാനം റിമൂവ് ചെയ്യണം ഫ്രം ബോത്ത് സൈഡ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സലിൽ ചോദിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. 5% ട്രിംഡ് മീൻ എന്ന് വെച്ചാൽ ഒരു ഡേറ്റാ സെറ്റിന്റെ എക്സ്ട്രീമിലുള്ള 2.5% വെച്ച് ലോവർ എൻഡിലുള്ള 2.5ഉം ഹയർ എൻഡിലുള്ള 2.5 ഒബ്സർവേഷൻസിനെയും ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നു. അതിനെയാണ് ട്രിംഡ് മീൻ എന്ന് പറയുന്നത്. ഇപ്പം IIMന്റെ സ്കോർ എടുക്കുകയാണെങ്കിൽ ചിലർക്ക് 0 മാർക്ക് കിട്ടിയിരിക്കും, ചിലർക്ക് 100 മാർക്ക് കിട്ടിയിരിക്കും. പക്ഷെ മെജോറിറ്റി ഓഫ് ദ സ്കോർ 50 to 60%ലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കണക്ക് 5% ട്രിം മീൻ എടുത്താൽ ഇവിടെ ഉള്ള ഇപ്പൊ സേ 0, 1 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടെങ്കിൽ ഈ 2.5% ഓഫ് ദ ഹോൾ ഡേറ്റാ സെറ്റും ആൻഡ് ഇവിടെ ഉള്ള 2.5% ഓഫ് ദ ഹയസ്റ്റ് ഡേറ്റാ സെറ്റിനെയും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള വാല്യൂസിനെ വെച്ചായിരിക്കും ഞാൻ മീൻ കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് ട്രിംഡ് മീൻ എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 5% ട്രിംഡ് മീൻ, 5% ട്രിംഡ് മീൻ എന്നാണ്. അതായത് 2.5% വെച്ച് ഓരോ സൈഡിലും ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നു. Suppose a data set has 10 observations, then 10% trimmed mean means removing 0.5 from each side. അതായത് 10% of 10 എന്ന് വെച്ചാൽ 1 ആണ്. 1 divided by 2, 0.5 from each side. So 0.5 ഒബ്സർവേഷൻ നമുക്ക് ഓരോ സൈഡിൽ നിന്നും എടുത്ത് കളയാൻ പറ്റില്ല. പകരം നമ്മൾ ഒരു അനലിസ്റ്റ് ആ 0.5നെ 1 ആയിട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്തിട്ട് ഓരോ സൈഡിൽ നിന്നും ഓരോ വാല്യൂ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ മീൻ കണ്ടുപിടിക്കും. In a trimmed mean, the total number of observations is reduced. ട്രിം ചെയ്ത് കളയുന്നത് കൊണ്ട് തന്നെ ആ ഡേറ്റാ സെറ്റിലെ വാല്യൂസില്, ഡേറ്റാ സെറ്റിലെ എണ്ണത്തിനകത്ത്, ഒബ്സർവേഷന്റെ എണ്ണത്തിനകത്ത് കുറവ് വരും. മൂന്നാമത്തെ വഴി എങ്ങനെയാണ് ഔട്ട്ലയറിനെ ഡീൽ ചെയ്യാം എന്നതിന്റെ മൂന്നാമത്തെ വഴിയിൽ വരുന്നതാണ് റീപ്ലേസിംഗ് ദ ഔട്ട്ലയേഴ്സ്. മറ്റേടത്ത് നമ്മൾ റിമൂവിങ് ദ ഔട്ട്ലയേഴ്സ് ആണ് വന്നത്, ഇവിടെ റീപ്ലേസിംഗ് ദ ഔട്ട്ലയേഴ്സ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിൻസറൈസ്ഡ് മീൻ എന്ന് പറയുന്നത്. വിൻസർ എന്ന് പറയുന്ന ഈ മെത്തേഡ് കണ്ടുപിടിച്ച ഒരാളുടെ പേരാണ്. സോ അതുകൊണ്ടാണ് വിൻസറൈസ്ഡ് മീൻ എന്ന് വന്നത്. ഏത് വാല്യൂ ഇട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്? അനദർ വാല്യൂ ഇൻ ദ ഡേറ്റാ സെറ്റ്. ആ ഡേറ്റാ സെറ്റിൽ തന്നെ ഉള്ള വേറൊരു വാല്യൂ ഇട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 5% ട്രിം മീൻ എന്നാണ് വിളിച്ചത്. അതേ മെത്തേഡ്, അതേ റെപ്രസെന്റേഷൻ വിൻസറൈസ് മീനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ 95% ട്രിം വിൻസറൈസ് മീൻ എന്നാണ് വിളിക്കുന്നത്. അതായത് 95% നമ്മൾ അതേപടി വെച്ചിട്ട് ബാക്കി 5%, 2.5% ഫ്രം ഈച്ച് സൈഡ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതാണ് വിൻസറൈസ് മീനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡു നോട്ട് ദാറ്റ് ഇൻ ട്രിം മീൻ വി ഡിനോട്ടഡ് 5% ട്രിം മീൻ. So a 95% Vincerized mean identifies the observation below which 2.5% of the total observations fall, and that observation is called the floor value, and the observation below which 97.5% of the total observation fall, and that is called the ceiling value. അതായത് ഇതാണ് ഫുൾ ഡേറ്റാ സെറ്റ് എങ്കിൽ, ഇത് ഫുൾ ആണ് 100% ഓഫ് ദ ഡേറ്റാ സെറ്റ് എങ്കിൽ ഏത് റിട്ടേൺ വാല്യൂ ആണ്, ഏത് റിട്ടേൺ വാല്യൂവിന്റെ താഴത്തോട്ടാണ് 2.5% ഓഫ് ദി മൈ ടോട്ടൽ സ്റ്റോക്സ് എന്ന് പറയുന്നത് 5000 സ്റ്റോക്ക് ഉണ്ട്. 5000 സ്റ്റോക്കിന്റെ 2.5% ഏത് വാല്യൂവിന്റെ താഴോട്ടാണ്? ഇപ്പം 5000 × 2.5 എന്ന് പറയുമ്പോഴത്തേനും എത്ര വരും?
5,000 അതായത് 125 സ്റ്റോക്സ് ഏത് റിട്ടേൺ വാല്യൂവിന്റെ താഴത്തോട്ടാണ് എക്സാക്ട്ലി 125 സ്റ്റോക്സ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കും. ഏത് റിട്ടേൺ വാല്യൂവിന്റെ താഴെയാണ് ബാക്കിയുള്ള 97.5% ഓഫ് ദി 5000 സ്റ്റോക്ക് കിടക്കുന്നതെന്നും കണ്ടുപിടിക്കും. ഈ 2.5 എന്ന് പെർസെന്റേജ് എന്ന് വെച്ചാൽ എപ്പോഴും താഴത്തേക്കാണ്. അറ്റ് ഓർ ബിലോ വിച്ച് ഏത് റിട്ടേൺ മെഷർമെന്റിന്റെ താഴത്തേക്കാണ് അറ്റ് ഓർ ബിലോ വിച്ച് ദി ഒബ്സർവേഷൻസ് ലൈ. അതായത് നമ്മുടെ കേസിൽ 125 സ്റ്റോക്ക് എക്സാക്ട്ലി 125 സ്റ്റോക്ക് ഏത് റിട്ടേൺ മെഷർമെന്റിന്റെ താഴത്തോട്ടാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഫ്ലോർ വാല്യൂ തരുന്നത്. അതേപോലെ 97.5% ഓഫ് ദ ഹോൾ ഡേറ്റ സെറ്റ് ഏത് വാല്യൂവിന്റെ താഴത്തോട്ടാണ് കിടക്കുന്നത് എന്നുള്ളതാണ് സീലിംഗ് റിട്ടേൺ എന്ന് പറയുന്നത്. ഒന്ന് ഫ്ലോർ സീലിംഗ് മെഷർമെന്റും രണ്ടത് സീലിംഗ് റിട്ടേൺ മെഷർമെന്റും. ഓക്കെ. After finding the floor observations and the ceiling observation, we then replace the extreme observations. Observation below the floor gets replaced by the floor itself. Observation above the ceiling gets replaced by the ceiling itself. അതായത് ഈ റിട്ടേൺ എന്ന് പറയുന്നത് സേ നമുക്ക് -2% റിട്ടേൺസിന് താഴെ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് 125 ആണെങ്കിൽ ഈ വരുന്ന എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിനെ ഞാൻ -2 ഇട്ട് റീപ്ലേസ് ചെയ്യുകയും ഈ പറയുന്ന 97.5% ഓഫ് ദ സ്റ്റോക്സ് ആർ ലൈങ് ബിലോ 3% ആണെങ്കിൽ ഞാൻ ഈ 3%ന് മുകളിലുള്ള എല്ലാ സ്റ്റോക്കിനെയും 3% റിട്ടേൺസ് ഇട്ട് റീപ്ലേസ് ചെയ്യും. അതായത് ഔട്ട്ലയേഴ്സിനെ ഞാൻ റിമൂവ് ചെയ്ത് കളയും. സോ ഇതാണ് ഈ വിൻസറൈസ്ഡ് മീൻ വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ 2.5 പെർസെന്റൈൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് ദ റിട്ടേൺ ബിലോ വിച്ച് 2.5% ഓഫ് ദ സ്റ്റോക്ക് ഇസ് ലൈങ്. 97.5 പെർസെന്റൈൽ എന്ന് വെച്ചാൽ ദ റിട്ടേൺ അണ്ടർ വിച്ച് റിട്ടേൺ മെഷർമെന്റ് ഇസ് 97.5% ഓഫ് ദ സ്റ്റോക്സ് ഇസ് ലൈങ്. ഇൻഫറൻസ് ഈ ഔട്ട്ലയേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്? ഇഫ് അരിത്തമാറ്റിക് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ ട്രിംഡ് മീൻ ഓർ വിൻസറൈസ് മീൻ, അതായത് ഞാൻ ഒരു വാല്യൂം ഒന്നും ചെയ്യാതെ എല്ലാ വാല്യൂം ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ മീൻ ട്രിംഡ് മീനും വിൻസറൈസ് മീനിനേക്കാൾ വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ റീപ്ലേസ് ചെയ്തതോ റിമൂവ് ചെയ്ത വാല്യൂസോ എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതായത് എന്റെ ഡേറ്റാ സെറ്റിനെ പോസിറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന വാല്യൂസിനെയാണ് ഞാൻ റിമൂവ് ചെയ്തതും റീപ്ലേസ് ചെയ്തതും മനസ്സിലാക്കാം. ഇഫ് ദ അരിത്തമാറ്റിക് മീൻ ഇസ് ലെസ്സർ ദാൻ ദ ട്രിംഡ് മീൻ, then it means that the values that got removed or replaced were negative, അല്ലെങ്കിൽ ആ ഡേറ്റാ സെറ്റിന് നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ തന്നിരുന്ന സ്റ്റോക്സിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. Now comes the quantile part. ഇതും നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്, കുറച്ച് പേരെങ്കിലും വലിയ പാടൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. അതായത് ഞാൻ വിൻസറൈസ് മീനിൽ പഠിച്ചപ്പം 95% വിൻസറൈസ് മീനിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ നിന്നും 2.5% വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. അപ്പം 2.5% ഏത് റിട്ടേൺ വാല്യൂവിന്റെ താഴത്തോട്ടാണ് 2.5% ഓഫ് ദ സ്റ്റോക്സ് കിടക്കുന്നത്, എക്സാക്ട്ലി 2.5% ഓഫ് ദ, അല്ലെങ്കിൽ 125 സ്റ്റോക്ക് ഏത് റിട്ടേണിന്റെ താഴത്തോട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതിനെയാണ് നമുക്ക് എന്താ പറയുക 2.5 percentile എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഇൻ വിൻസറൈസ് മീൻ സെക്ഷൻ വി ഐഡന്റിഫൈ ദാറ്റ് ഒബ്സർവേഷൻ ബിലോ വിച്ച് 2.5% of the stocks are lying. This is called the 2.5th percentile. This belongs to a broader section of quantiles to identify an observation in a data set below which a certain percentage of the total observation is located. There are different quantiles. Quartile ഉണ്ട്, quintiles ഉണ്ട്, deciles ഉണ്ട്, percentiles ഉണ്ട്. പറഞ്ഞു in a CAT exam, scores are often reported in percentiles, not just raw mark. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നല്ല CAT-ൽ പ്രധാനം, പെർസെന്റൈലാണ് അവിടെ പ്രധാനം വരുന്നത്. Suppose your result is 60th percentile, then it means that out of the total students who attempted the CAT exam, 60% of the students scored less than you. അതായത് നിങ്ങൾക്ക് എത്രയോ മാർക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 100ൽ 100 മാർക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് 100ൽ 1 മാർക്ക് ആയിക്കോട്ടെ,
എത്ര മാർക്ക് മേടിച്ചാലും നിങ്ങളുടെ മാർക്കോ അതിൽ താഴെയോ മാർക്ക് മേടിച്ച 60% കുട്ടികൾ ബാക്കി ഉണ്ട് എന്നതാണ് നിങ്ങളുടെ പെർസെന്റൈൽ വാല്യൂ തരുന്നത്. It does not mean that you scored 60 out of 100 mark. You may score 10 out of 100 and still there could be 60% of the students who got less than your 10 marks. മീഡിയൻ നമ്മൾ കുറച്ചു മുന്നേ മീഡിയൻ പഠിച്ചിരുന്നു. മീഡിയനും ഒരു ക്വാണ്ടൈല് തന്നെയാണ്. അതായത് ഒരു ഡേറ്റയെ രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. നമ്മൾ സാലറിയുടെ കേസിൽ എന്താ പഠിച്ചത്? വിച്ച് ഈസ് ദാറ്റ് സാലറി വാല്യൂ എബവ് വിച്ച് and below which there are exactly same number of people. അതേപോലെ മീഡിയൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ക്വാർട്ടൈലും ക്വിന്റൈലും ഡെസൈലും പെർസെന്റൈലും വരുന്നത്. ക്വാർട്ടൈൽ എന്ന് വെച്ചാൽ we divide the data set into 4 equal parts. അതായത് ഓരോ ഒബ്സർവേഷൻ നമ്മൾ കണ്ടുപിടിക്കും such that ഓരോ ഒബ്സർവേഷൻസിന്റെയും ആ രണ്ട് ഒബ്സർവേഷൻസിന്റെയും ഇടയ്ക്കിടയ്ക്ക് 25% of the whole data set is lying. Quintile divides the distribution into 5 equal parts. Decile divides the distribution into 10 equal parts, and percentile divides the distribution into 100 equal parts. Quartile. A data set or a distribution is divided into 4 equal parts. അതായത് 25% ഡേറ്റാസ്. ഇപ്പം 5000 സ്റ്റോക്കിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്നത് 1250 സ്റ്റോക്സ്. ഏതോ ഒരു പെർസെൻറ്റേജ് വാല്യൂ, ഓക്കെ, ഏതോ ഒരു റിട്ടേൺ മെഷർമെന്റിന്റെ 3 റിട്ടേൺ മെഷർമെന്റിന്റെ ഇടയ്ക്ക് 1250 സ്റ്റോക്സ് കിടപ്പുണ്ട്. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഒരു ക്വാർട്ടൈലില് 3 ക്വാർട്ടൈൽ വാല്യൂസ് ഉണ്ടാവും. പക്ഷെ ആ 3 ക്വാർട്ടൈൽ വാല്യൂസ് 4 ക്വാർട്ടൈൽ റേഞ്ചിനെ ഉണ്ടാക്കുന്നു. 3 ക്വാർട്ടൈൽ വാല്യൂസ് 4 ക്വാർട്ടൈൽ റേഞ്ചിനെ ഉണ്ടാക്കുന്നു. ഈക്വൽ റേഞ്ചിനെ ഉണ്ടാക്കുന്നു. 1250 അതായത് ഇവിടെ ഇപ്പം 3% വന്നാൽ there is not at all necessary that this here it should come 6% and here it should come 9%. No, ഒരിക്കലും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിട്ടേൺസിനെ എനിക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിന്റെ എണ്ണത്തിലാണ്. ഏത് റിട്ടേണിന്റെ ഇടയ്ക്കാണ്, ഏത് റിട്ടേൺ വാല്യൂസിന്റെ ഇടയ്ക്ക് ആണ് എക്സാക്ട്ലി 1250 വരുന്നത്, എക്സാക്ട്ലി 1250 സ്റ്റോക്സ് ഏത് സ്റ്റോക്സിന്റെ ഇടയ്ക്കാണ് വരുന്നത് എന്നുള്ളതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാർട്ടൈൽ കിട്ടുന്നത്. Basically quartile എന്ന് വെച്ചാൽ identifying the observation. Find the quartile, find the first quartile അല്ലെങ്കിൽ find the second quartile എന്ന് പറയുമ്പോൾ which is that second observation that would divide the stock into 4 equal parts. അങ്ങനെയുള്ളതാണ് ഈ പറയുന്ന ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. 3 ക്വാർട്ടൈൽ വാല്യൂസേ ഉള്ളൂ, പക്ഷെ അത് 4 ക്വാർട്ടൈൽ റീജിയൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. To get these observations, we divide the total number of observations. അതായത് 5000നെ നമ്മൾ 5000/4 ചെയ്യും, 5000 into 2/4 ചെയ്യും, 5000 into 3/4 ചെയ്യും, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് 5000 into 4/4. ബേസിക്കലി അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ we identify a stock return below which 1/4 of the, അതായത് 1/4 of the 5000 stocks are lying. We find the second quartile below which 2/4 അല്ലെങ്കിൽ half of the stocks are lying and 3/4 of the stocks are lying. ഇവിടെ ഒരു ക്വാർട്ടൈൽ വാല്യൂ ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ക്വാർട്ടൈൽ വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു ക്വാർട്ടൈൽ വാല്യൂ ഉണ്ട്. 3 ക്വാർട്ടൈൽ വാല്യൂസേ ഉള്ളൂ, പക്ഷെ അതിനെ ആ 3 ക്വാർട്ടൈൽസ് വാല്യൂസ് 4 ക്വാർട്ടൈൽ റീജിയൻ ആയിട്ട് എൻ്റെ ഡേറ്റാ സെറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്വാർട്ടൈൽ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒബ്സർവേഷൻ ഓഫ് ദ റിട്ടേൺ that below which 1/4 of my observation is lying. My second quartile observation is an observation of the return below which 50% of my stocks are lying. അതായത് ഈ പറയുന്ന ഒബ്സർവേഷന്റെ താഴത്തോട്ടാണ് എൻ്റെ 50% സ്റ്റോക്സ് ഇരിക്കുന്നത്. അതായത് 5000/2 2500 സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് 1250 തന്നെയാണ്. തേർഡ് ക്വാർട്ടൈൽ ഒബ്സർവേഷന്റെ താഴത്തോട്ടാണ് എൻ്റെ 5000 into
3/4 വാല്യൂസ് കിടക്കുന്നത്, അല്ലെങ്കിൽ 3750 എന്ന് പറയുന്ന സ്റ്റോക്സ് ഈ ക്വാർട്ടൈലിന്റെ താഴത്തോട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി ഫോർത്ത് ക്വാർട്ടൈൽ റീജിയന്റെ താഴത്തോട്ട് 100% ഓഫ് ദ സ്റ്റോക്സും ഇവിടെ കിടപ്പുണ്ട്. Interquartile region is the difference between third quartile and first quartile. നമ്മൾ പഠിച്ചു തേർഡ് ക്വാർട്ടൈലിന്റെ താഴത്തോട്ടാണ് സ്റ്റോക്കിന്റെ 75%, ഫസ്റ്റ് ക്വാർട്ടൈലിന്റെ താഴത്തോട്ടാണ് ആ സ്റ്റോക്ക് മാർക്കറ്റിന്റെ 25% സ്റ്റോക്സും കിടക്കുന്നത്. ഓർക്കണം, ക്വാർട്ടൈൽ വാല്യൂ ഈസ് ഓഫ് ദ റിട്ടേൺ വാല്യൂസിലാണ് നമ്മൾ ക്വാർട്ടൈലും ഈ പറയുന്ന ക്വിന്റൈലെല്ലാം കണ്ടുപിടിക്കുന്നത്. പക്ഷെ അങ്ങനെ റിട്ടേണിന്റെ ക്വിന്റൈലും ക്വാർട്ടൈലും എല്ലാം കണ്ടുപിടിക്കുന്നത് കൊണ്ട് ഞാൻ ആക്ച്വലി അറ്റ് ദി എൻഡ് സോർട്ട് ചെയ്യുന്നത് ഏത് വാല്യൂസ് ആണ്? സ്റ്റോക്സിനെയാണ് അല്ലേ. റിട്ടേൺ എന്തോ ആയിക്കോട്ടെ, ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ അതനുസരിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് എന്റെ സ്റ്റോക്സിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഈ പോയിന്റ് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. At or below is 25% and 50%. Basically, interquartile region എന്ന് വെച്ചാൽ നടുക്കുള്ള 50% വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് interquartile region. Interquartile region can be best explained using a box and whisker plot. Box and whisker plot. അതൊരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. വൺ ഓഫ് ദി ഈസിയസ്റ്റ് മെത്തേഡ് ആണ്. ഇതാണ് ബോക്സ് എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ഇതിനെയാണ് ബോക്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് വിസ്കർ എന്ന് പറയുന്നത്. ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ടില് വിസ്കർ എന്ന് പറയുന്നത്. വിസ്കർ നിങ്ങൾക്ക് അറിയാലോ, ഒരു പൂച്ചയുടെ എന്താ പറയാ മീശ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഇതിനെയാണ് വിസ്കർ എന്ന് പറയുന്നത്. സോ ഈ ബോക്സിൽ നിന്നും ഇതേപോലെ മീശ വരുന്നത് കൊണ്ടാണ് ഇതിനെ വിസ്കർ എന്ന് വിളിക്കുന്നത്. ഈ വിസ്കറിന്റെ രണ്ടറ്റത്തും ഫെൻസ് ഉണ്ട്. സോ ഫെൻസ് ഉണ്ട്, ബോക്സ് ഉണ്ട്, വിസ്കർ വാല്യൂ ഉണ്ട്. ഈ പറയുന്ന ഫസ്റ്റ് ക്വാർട്ടൈൽ ഇവിടെ ബോക്സ് തുടങ്ങും, സെക്കൻഡ് ക്വാർട്ടൈൽ ഇതിന്റെ നടുക്കായിരിക്കും, തേർഡ് ക്വാർട്ടൈൽ ആയിരിക്കും ബോക്സിന്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത്. ഈ Q3 to Q1 അല്ലെങ്കിൽ ഈ ഹൈറ്റ് ഓഫ് ദ ബോക്സിനെയാണ് ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. ഈ Q1 എന്ന് പറയുന്നത് Q1 ഒബ്സർവേഷനും Q2 ഒബ്സർവേഷനും Q3 ഒബ്സർവേഷനുമാണ്. ഈ Q1 ഒബ്സർവേഷന്റെ താഴത്തോട്ടാണ് റേഞ്ച് കിടക്കുന്നത്. അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ റേഞ്ച് കിടക്കുന്നത് ഇവിടെയും ഇത് സെക്കൻഡ് ക്വാർട്ടൈൽ റേഞ്ച് കിടക്കുന്നത് ഇവിടെയുമാണ്. അതായത് ഈ Q1 എന്ന് പറയുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്റെ ഫസ്റ്റ് ക്വാർട്ടൈൽ റേഞ്ചിന്റെ എൻഡും സെക്കൻഡ് ക്വാർട്ടൈൽ റേഞ്ചിന്റെ തുടക്കവുമാണ്. ഓക്കെ, ഹയർ എൻഡ് ഓഫ് മൈ ഫസ്റ്റ് ക്വാർട്ടൈൽ റേഞ്ച് ആൻഡ് ലോവർ എൻഡ് ഓഫ് മൈ Q2. അതായത് Q2 തുടങ്ങുന്നത് ലോവർ എൻഡ് ഓഫ് മൈ Q2 റേഞ്ച് ആണ്. വാല്യൂസ് അല്ല, റേഞ്ച് ആണ്. ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ക്വാർട്ടൈൽസ്, ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട്. ഇത് ക്വാർട്ടൈലിൽ മാത്രമുള്ളതാണ് ഈ പറയുന്ന ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട്. The box is defined by the first quartile observation or the lower bound of the second quartile. അതായത് ബേസിക്കലി ആ ബോക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം എൻഡ്സില് Q3 വാല്യൂ, തേർഡ് ക്വാർട്ടൈലും ഫസ്റ്റ് ക്വാർട്ടൈലിന്റെയും വാല്യൂസ് വെച്ചിട്ടാണ് ബോക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ ഡിഫറൻസ് എടുത്താലാണ് നമുക്ക് ഇന്റർ ക്വാർട്ടൈൽ റീജിയൻ കിട്ടുന്നത്. അതിന്റെ ഈ ഡിഫറൻസ് എടുക്കുക എന്ന് വെച്ചാൽ ആ ബോക്സിന്റെ ഹൈറ്റ് ആണ് ബേസിക്കലി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ക്വാർട്ടൈൽ ഒബ്സർവേഷൻ മനസ്സിലാക്കണം. സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് വെച്ചാൽ 2/4 ആണ്. അല്ലെങ്കിൽ ഒരു ഡേറ്റാ സെറ്റിനെ 2/4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ 1/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നതിനെയാണ് സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്കിനെ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വേറൊരു പേരും ഇട്ട് വിളിച്ചായിരുന്നു, മീഡിയൻ ഇട്ട് വിളിച്ചായിരുന്നു അല്ലേ. സോ മീഡിയനും സെക്കൻഡ് ക്വാർട്ടൈലും സെയിം തന്നെയാണ്. So the second quartile observation or the median observation will be inside the box. Whiskers are the two lines starting from the box and it extends to the fences. Fence എന്ന് വെച്ചാൽ ഒരു ഡേറ്റാ സെറ്റിലെ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ ആണ് ഫെൻസസിലുള്ളത്. ഈ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് ഉപയോഗിച്ച് നമുക്ക് എക്സ്ട്രീം അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സിനെ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇന്റർ ക്വാർട്ടൈൽ വാല്യൂ നമുക്ക് കിട്ടുമല്ലോ, അതായത് ആ ബോക്സിന്റെ ഹൈറ്റ്, ആ ഹൈറ്റിന്റെ 1.5 ടൈംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, 1.5 ടൈംസ് ഓഫ് ദാറ്റ് ഇന്റർക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ആ ബോക്സിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഫെൻസിന്റെ ഹൈറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പർ ഫെൻസ് എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ പ്ലസ് 1.5 ടൈംസ് ദിസ് ഇന്റർക്വാർട്ടൈൽ റേഞ്ച് ആൻഡ് ലോവർ ഫെൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ വാല്യൂ മൈനസ് 1.5 ടൈംസ് ദിസ് ഇന്റർക്വാർട്ടൈൽ റേഞ്ച്.
സോ ഈ ഫെൻസിന്റെ അപ്പർ ഫെൻസും ലോവർ ഫെൻസും നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ടോ അതിന്റെ താഴോട്ടോ കിടക്കുന്ന വാല്യൂസിനെ നമ്മൾ ഔട്ട്ലയേഴ്സ് ആയിട്ട് കണക്കാക്കും. ഇത് നിങ്ങളുടെ CFA എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് ഡയഗ്രം നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇവിടെയാണ് ഞാൻ ആദ്യമേ തൊട്ട് പറയുന്ന our end goal is to find those stocks in which we need to invest. Finding our preferred stocks out of that 5000 plus listed stocks അല്ലെങ്കിൽ IIM looking for the bright students from that 3 lakh students appearing for CAT. അതാണ് നമ്മുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത്. ആ എൻഡ് ഗോളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന റിട്ടേൺസ് ആസ് എ മീൻസ് ടു അറ്റൈൻ അവർ എൻഡ് ഗോൾ. We are not at all bothered about what is that return value. ആ മാർക്ക് എത്രയാണ് എന്നുള്ളത് ഞാൻ IIM പറയുവാണ്. എനിക്ക് മാർക്ക് നോക്കിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് 10,000 സ്റ്റുഡൻസിനെ വേണം. ആ 10,000 സ്റ്റുഡൻസ് വരുന്നത് ഈ പറയുന്ന ടോപ്പ് ആയിട്ടുള്ള മാർക്ക് എത്രയോ മാർക്കായിട്ട് ഐ ഡോണ്ട് കെയർ, ആ ടോപ്പിലുള്ള മാർക്ക് ക്രിയേറ്റ് ചെയ്ത മാർക്ക് മേടിച്ച 10,000 പേരെ നമുക്ക് മതി. അതാണ് നമ്മുടെ എൻഡ് ഗോള്. അതിലേക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയൻ മോഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. Suppose we take the annual returns of the past 1 year. The first preference of yours is to say eliminate half of the 5,000 plus stocks based on the returns for the past 1 year. So we are using returns to give meaning to our stocks. Similarly, you might have preferences to find the top 1% of the best performing stocks. അവിടെ നമ്മൾ ഈ പറയുന്ന കണക്ക് എൻഡ് ഗോൾ എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് 1% സ്റ്റോക്കിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. ആ ടോപ്പ് 1% എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? റിട്ടേൺ. സോ ആ റിട്ടേണിലാണ് നമ്മൾ മീഡിയനും മോഡും എല്ലാം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. വി പെർഫോം ഓൾ ദ കാൽക്കുലേഷൻസ് ലൈക്ക് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഓൺ ദ റിട്ടേൺസ് ആൻഡ് യൂസ് ദ കാൽക്കുലേഷൻസ് ടു അറേഞ്ച് അവർ സ്റ്റോക്ക്. അതായത് ഏത് റിട്ടേൺ വാല്യൂവിന്റെ താഴത്തോട്ടാണ് എനിക്ക് ഈക്വൽ നമ്പർ ഓഫ് സ്റ്റോക്സും അതിന്റെ മേലേക്ക് ഈക്വൽ നമ്പർ ഓഫ് സ്റ്റോക്സും ഉള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. So when we say that first quartile is that observation at or below which 25% of the data lies, it means that first quartile is that return observation that split the stocks into our 25% and 75% data. Okay. When raw data is given, നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി മാർക്ക് ആണ് തരുന്നതെങ്കിൽ അതിനെ ആദ്യമേ സോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മീഡിയനും മോഡും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി സോർട്ടഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ CFA ക്വസ്റ്റ്യന് വരുന്നത്. അവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ മീഡിയനും മോഡും എല്ലാം കണ്ടുപിടിക്കാൻ പോകുന്നത്. മീഡിയൻ ഈ പറയുന്ന 0 to 5% അല്ലെ 5 to 10% ബക്കറ്റിലെ മീഡിയൻ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ 10% ആയിരിക്കും നമ്മൾ മീഡിയൻ ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ അപ്പർ ബൗണ്ടറി ആയിട്ട് എടുക്കുന്നത്, ആൻഡ് 5% നമ്മൾ ലോവർ ബൗണ്ടറി. ഇൻ ദ CFA ക്വസ്റ്റ്യൻസ് ഓൾവേസ് ഗോ വിത്ത് ദ അപ്പർ ബൗണ്ടറി. അതായത് 5 to 10% ബക്കറ്റിലാണ് നിങ്ങളുടെ മീഡിയൻ വാല്യൂ കിടക്കുന്നതെങ്കിൽ 10% ആണ് നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. A data set or distribution is divided into 5 equal parts or 20% each. Then we identify each of the observation that divide the data set into 5 equal parts. ഇതിനെയാണ് നമ്മൾ ക്വിന്റൈൽ എന്ന് പറയുന്നത്. അതായത് ഏത് റിട്ടേൺ വാല്യൂ ആണ് എന്റെ സ്റ്റോക്കിനെ 5 ഈക്വൽ പാർട്സ്, അതായത് 1000 1000 1000 1000 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പം സേ -3% താഴത്തേക്ക് എനിക്ക് 1000 സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ -2% സ്റ്റോക്കും -3%ന്റെയും ഇടയ്ക്ക് 1000 സ്റ്റോക്ക് ഉണ്ട്. ചിലപ്പോൾ ഇവിടെ എന്താ പറയാ -1.9% ആയിരിക്കും ഇവിടെ വരുന്ന വാല്യൂ. ഇതിന്റെ ഇടയ്ക്കും 1000 സ്റ്റോക്ക് ഉണ്ട്. അതായത് എന്റെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഏത് റിട്ടേൺ വാല്യൂ ആണ് ഇതിനെ ഈക്വൽ നമ്പർ ഓഫ് സ്റ്റോക്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഐ എം നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് ദിസ് റിട്ടേൺ വാല്യൂ. അത് എന്റെ കൺസിഡറേഷനിലേ വരുന്നില്ല. എനിക്ക് ഈ എല്ലാ ബ്രാക്കറ്റിലും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റോക്സ് കിട്ടണം. സോ ക്വാർട്ടൈൽ പഠിച്ച പോലെ തന്നെ ക്വിന്റൈൽ ഇതേപോലെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും.
4 ക്വിൻറ്റൈൽ ഒബ്സർവേഷനേ ഉള്ളൂ, പക്ഷെ 5 ക്വിൻറ്റൈൽ റീജിയൻസ് ഉണ്ട്. ആ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനെ നമ്മൾ 5 വെച്ച് 1/5, 2/5, 3/5, 4/5 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ക്വിൻറ്റൈൽ ഒബ്സർവേഷൻസ് കിട്ടും. സെയിം തന്നെയാണ് ഡെസൈൽസ്. ഒരു ഡേറ്റ സെറ്റിനെ 10 ഈക്വൽ വാല്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡെസൈൽ എന്ന് വിളിക്കുന്നത്. പെർസെന്റൈൽ എന്ന് വെച്ചാൽ 100 പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് പെർസെന്റൈൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത് CFA ബുക്കിനകത്ത്. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഓൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇൻ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് ഒരു ഡേറ്റ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആയി ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ, മീഡിയൻ, മോഡ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഏത് സെന്ററിലോട്ടാണ് അത് കൂടുതൽ വന്നിരിക്കുന്നത്, അതാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. പക്ഷേ CFA സെപ്പറേറ്റ്സ് മീഡിയൻ, മോഡ് ആൻഡ് ക്വാണ്ടൈൽസ് ആർ ഗ്രൂപ്ഡ് ആസ് മെഷേഴ്സ് ഓഫ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് വെച്ചാൽ മീഡിയൻ എന്ന് പറയുന്നത് which divides the stock into equal halves. അതായത് ഏത് ലൊക്കേഷനിലെ റിട്ടേൺ വാല്യൂ ആണ് എന്റെ സ്റ്റോക്ക്, എന്റെ ഒബ്സർവേഷൻസിനെ, എന്റെ സ്റ്റോക്സിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂസ് വരുന്നത് ഏത് വാല്യൂയിലാണ്. സോ ഒരു ലൊക്കേഷൻ തരുന്നതിനെയാണ് ഈ പറയുന്ന മെഷേഴ്സ് ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ, മോഡ് എല്ലാം മെഷേഴ്സ് ഓഫ് ലൊക്കേഷൻ ആയിട്ട് കാണാം. We do not care about the actual size of the value. അതായത് സ്റ്റോക്ക് റിട്ടേൺ എത്രയാണെന്ന് നമുക്ക് ഒരു ബാധകമല്ല, ജസ്റ്റ് അതിന്റെ ഓർഡറിൽ മാത്രമേ ഞാൻ കൺസേൺഡ് ആയിട്ടുള്ളൂ. അതാണ് മെഷേഴ്സ് ഓഫ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. Mean stands alone because it uses every single value mathematically, and mean is not just a location marker, it is a calculation engine. അതായത് മീൻ വെച്ചിട്ട് നമ്മൾ പല കാൽക്കുലേഷൻസും ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യും. സോ മീനിന് എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും മീൻ is that value that we always use, and it is the value which gives the minimum square of prediction error. അതുകൊണ്ടാണ് നമ്മൾ മീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത് നമുക്ക് റിസ്ക് കാണാം.